നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില പ്രധാന കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കാത്തതായ ചില കാര്യങ്ങളുമാകാം. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു സാധ്യത ഈ സമയം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. വളരെ പ്രയാസങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു പോരുന്നത് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിലും സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട് എന്ന് അർത്ഥമാക്കാം. എന്താണ് ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ തൊടുകുറി അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ സമയം ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്ദേശം മനസ്സിലാക്കുവാൻ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ ചിത്രം മയിലാണ്, രണ്ടാമത്തേതായ ചിത്രം മൂങ്ങയാണ്. ഈ രണ്ട് ചിത്രങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയുവാൻ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരണം എന്നും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കണം എന്ന പ്രാർത്ഥനയോടെ തന്നെ ഈ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം ഒരു നിമിഷം കമന്റായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തേതായ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ട ഒരു അനുഗ്രഹം തന്നെയാണ്, അത് കടന്നു വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾ മനസമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനൊരു മാറ്റം സംഭവിക്കാം. മനസമാധാനം സിദ്ധിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് എന്നർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും വിഷമതകൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില വിഷമതകൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, നിരാശകൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ബന്ധങ്ങളിൽ പോലും വിള്ളൽ വീണിരിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ മനസ്സ് ഇതുമായി ബന്ധപ്പെട്ട് വല്ലാതെ വേട്ടയാടുന്ന അല്ലെങ്കിൽ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു പോയി എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് ജീവിതത്തിൽ മനസമാധാനം അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. ഈ സമയം അത് നിങ്ങൾക്ക് ഒരു ആശ്വാസം തന്നെയായി മാറാം എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തോട് തന്നെ നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടം വർദ്ധിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാം. പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് വളരെയധികം കടന്നു വരാം. ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്കൊരു ഓഫർ സിദ്ധിക്കാവുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക്
കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു മടി അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവമുണ്ട് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം ഭയം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അത്തരത്തിൽ തോന്നുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം. ഈ സമയം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണ് എങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ആവശ്യങ്ങൾ അത് കൃത്യതയോടെ നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം സാമ്പത്തിക നേട്ടങ്ങൾ അതിനപ്പുറം നിങ്ങളുടെ കഴിവുകൾ അത് കൃത്യതയോടെ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം പ്രപഞ്ചശക്തി തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ നിങ്ങളോട് പറയുന്നതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരാം എന്നുള്ളതാണ്. അത് സൗഹൃദവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ സ്നേഹബന്ധങ്ങൾക്ക് ഒരു കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അവസരങ്ങൾ സിദ്ധിക്കാം എന്നുള്ളതാണ്. ഈ സമയം സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഒരു പുതിയ ചുറ്റുപാടിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളിൽ പല വ്യക്തികളും മാനസികപരമായ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന, ഉള്ളുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന വ്യക്തികളാകാം. നിങ്ങൾക്ക് അതിനുള്ള വഴികൾ ജീവിതത്തിൽ തുറന്ന് ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളെ ആരാണോ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്, മനസ്സിലാക്കുന്നത്, അവരെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ മുൻപിൽ തുറന്ന് കാട്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. നല്ല കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി കരുതി വച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. അത് തീർച്ചയായും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ ആ അനുഗ്രഹങ്ങൾ അത് കൃത്യതയോടെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു അബദ്ധം പിണയുവാനുള്ള സാധ്യതകളുണ്ട്. അതായത് ചില കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്നൊരു മനോഭാവം നിങ്ങൾക്ക് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾക്ക് അതൊരു തടസ്സമായി മാറാം എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ സമയം അത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തണം. ഈ സമയം തീർച്ചയായും നിങ്ങളെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ദോഷകരമായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ്. അത് അമിതമായ ചിന്തകളാണ്. ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതായ സാഹചര്യം, ഭയം നിങ്ങളെ വളരെയധികം കീഴ്പ്പെടുത്തുന്നതായ സാഹചര്യം, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നതിനാൽ അത് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുവാനും നെഗറ്റീവായ ചിന്തകളെ അത് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അനിവാര്യമാണ്. സംശയങ്ങൾ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്നതാണ്. എന്നാൽ ആ സംശയം അധികമാകാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം തുറന്ന മനസ്സോടെ തന്നെ കാര്യങ്ങളെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളോട് പറയുന്നത്, ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങൾ അത് കൃത്യതയോടെ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ മനസ്സിലുള്ള ആ ശബ്ദം കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതായ സാഹചര്യങ്ങൾ അത് കൃത്യതയോടെ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ആ സമയം നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. തീരുമാനങ്ങൾ കൃത്യതയോടെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആശയക്കുഴപ്പങ്ങൾ പല കാര്യങ്ങളിലും മാറുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരാം. മനസ്സ് പല കാര്യങ്ങളും അല്ലെങ്കിൽ ദൈവാംശമായ ആത്മാവിനാൽ
പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അത് കൃത്യതയോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ സമയം മനസ്സ് പറയുന്നതായ കാര്യങ്ങൾ കേൾക്കണം. തീർച്ചയായും ശാന്തമായി നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളോട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി പറയുന്നത്, നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിക്കണം. ആ ശക്തി മൂലം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ ശബ്ദങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ സമയം രൂപപ്പെടും എന്നുള്ളതാണ്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഈ സമയം സിദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു അസ്ഥിരത നിങ്ങൾക്കുണ്ടാകുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ഒരു സ്ഥിരതയും സുരക്ഷയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് സാധ്യമാകാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു വരുമാന മാർഗം, ബിസിനസ് സംബന്ധമായ വളർച്ച തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനപരമായ ലാഭം നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ ഒരു ഫലം നിങ്ങളിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പണം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായി വരും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു സ്വീകാര്യത ലഭിക്കും എങ്കിൽ പോലും ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീർച്ചയായും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഒരു പക്വത നിങ്ങൾ കൈവരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാനുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില സമ്പാദ്യങ്ങൾ ജീവിതത്തിലേക്ക് ഈ സമയം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായ ഒരു സാഹചര്യമുണ്ട്. നെഗറ്റീവായ എനർജി നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നെഗറ്റീവായ ഊർജം അത് നിങ്ങളെ തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നിന്നും ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. ഭയം, ആശയക്കുഴപ്പങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അനുകൂല സാഹചര്യങ്ങളിലേക്ക് ഇരുട്ട് വർദ്ധിപ്പിക്കുവാൻ കാരണമായി തീരും എന്നുള്ളതാണ്. എന്നാൽ മനസ്സിലേക്ക് വലിയൊരു പോസിറ്റീവായ ഊർജം കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. വ്യക്തത, പോസിറ്റീവായ ഊർജ വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. വ്യക്തതയും ആത്മവിശ്വാസവും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നതിനാൽ തന്നെ അത് തീർച്ചയായും നിങ്ങൾ നിലനിർത്തേണ്ട സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒരു അംഗീകാരം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഒരു പ്രശംസ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ സംബന്ധമായ ഒരു അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. തൊഴിൽപരമായ ഒരു ഉന്നതിയിലേക്ക് നിങ്ങളെ നയിക്കാവുന്ന പല കാര്യങ്ങളും ഈ സമയം സംഭവിക്കാം എന്നതും വാസ്തവമാണ്. ചില കാര്യങ്ങളിൽ ഒരു സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ നിന്നും ഒരു സംരക്ഷണം
നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു സംരക്ഷണം, ശക്തി അനുഭവപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സമയമാണ്. പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് പകർന്ന് കൊടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ സാന്നിധ്യം പോലും പലർക്കും ഒരു ആശ്വാസമായി മാറുന്ന സാഹചര്യങ്ങൾ ഇവിടെ രൂപപ്പെടാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കുവാൻ ആഗ്രഹിക്കാത്ത പല ഓർമ്മകളുമുണ്ട്. ആ ഓർമ്മകളിൽ നിന്നും ഒരു മാറ്റം, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കടന്നു വരുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ആ സ്വഭാവം അത് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് മേൽ പല നിയന്ത്രണങ്ങളും ഉണ്ടാകാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല വ്യക്തികൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളിൽ തീർച്ചയായും ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ഒറ്റപ്പെട്ട സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇത്തരം തോന്നലുകൾ വളരെ ശക്തമാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും തടസ്സങ്ങളാലോ അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പലരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും നൽകാത്തതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഒരു തിരിച്ചറിവ് ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. ചുറ്റുമുള്ള പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം ഇവിടെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുക്കാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു പുരോഗതി നിങ്ങൾക്ക് ദൃശ്യമാകാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള ഒരു അവസരം സിദ്ധിക്കാവുന്നതാണ്. പല കാര്യങ്ങളും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അതൊരു പോസിറ്റീവായ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന് കാണുന്നു. എന്നാൽ മുൻപ് പരാമർശിച്ചിട്ടുള്ളതായ കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ഈ സമയം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ വിട്ടുകളഞ്ഞ് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. പല കാര്യങ്ങളിലും യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പോസിറ്റീവായ അന്തരീക്ഷം, പോസിറ്റീവായ ഊർജം നിങ്ങളിൽ നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തന്നെ ഈ സമയം മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ എന്താണോ നിങ്ങൾക്ക് ഈ സമയം അനിവാര്യമായിട്ടുള്ളത് ആ കാര്യങ്ങളെ സ്വീകരിച്ച് തന്നെ ഈ സമയം മുന്നോട്ട് പോകണം. ചില കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. അതേക്കുറിച്ചും കൃത്യമായ ധാരണ ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരും.